ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക് റിപ്പബ്ലിക് വക്താക്കളാണ്. ലീഗ് ഇക്കാര്യത്തിൽ എന്ത് പറഞ്ഞെന്ന് അറിയില്ലെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24 അല്പം മുമ്പ് പ്രതികരിച്ചു. സ്വാഗതം. വലിയൊരു കേരള യാത്ര കഴിഞ്ഞു. എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളത്? തീർച്ചയായും ഉപകാരപ്പെടും എന്ന് തന്നെയാണ്. ഈ കേരളത്തിൽ ജനങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടായിത്തീരുമെന്ന് തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഗീയ വിഷങ്ങൾ കുത്തിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ആ സമയത്താണ് ഉസ്താദ് സമാധാനത്തിൻ്റെ മാനവൈക്യത്തിൻ്റെ സന്ദേശവുമായി പോയത്. അത് എല്ലാ കാലവും എവിടെയും എപ്പോഴും ഒരു വിഭാഗം വർഗീയത കുത്തിവെക്കുന്നവരുണ്ടാകും. അതുപോലെ ഇപ്പോഴും ഉണ്ടാകാം എന്നല്ലാതെ അതിന് ഞങ്ങളത് പ്രശ്നം വെക്കുന്നില്ല. അതില്ലാതിരിക്കാനാണ് ഈ സമ്മേളനവും യാത്രയെല്ലാം നടത്തിയിട്ടുള്ളത്. ഈ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഒരു വിഭാഗം പറയുന്നു. എന്നാൽ അതേ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ. മാത്രവുമല്ല, ഇന്ന് മുനവർ അലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ അകറ്റി നിർത്തേണ്ടതില്ല എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വരുന്നത്? തങ്ങൾ പറഞ്ഞത് എന്താണ്, ലീഗ് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദക്കാരാണ്. അവരുടെ നേതാവ് പറഞ്ഞതും അവരെഴുതി വെച്ചതും അവരിതുവരെ തിരുത്തിയിട്ടില്ല. സ്വന്തം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. താങ്ക് യു സാറേ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ യാത്രയ്ക്ക് ശേഷം ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടി. അവരൊക്കെ തന്നെ വലിയ ആവേശഭരിതരായിട്ടാണ് സംസാരിച്ചത്. എന്തായാലും കാന്തപുരത്തിൻ്റെ യാത്രയുടെ അദ്ദേഹം ലക്ഷ്യം വെച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമുക്ക് ആശംസിക്കാം. 24 വലിയ താല്പര്യമുള്ള ഒരാളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.